മുഖ്യമന്ത്രി വി ഡി സതീശന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനും അസ്സലായി മുണ്ടും മടക്കി കുത്താനും ചെളിയിൽ നടക്കാനും ഒക്കെ അറിയാം. അദ്ദേഹം അങ്ങനെ നടന്നു വന്ന ഒരാളാണ്. ഒരുപാട് മഹാദുരന്തങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ അതൊക്കെ കണ്ട് അതിനെയൊക്കെ നേരിട്ട ഒരു നായകൻ കൂടിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കള്ളാടിയിലെ ദുരന്തബാധിത പ്രദേശത്ത് മുണ്ടും മടക്കി കുത്തി ബൂട്ടൊക്കെ ഇട്ട് ചെളിയിൽ നടക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ചുവപ്പ് പരവതാനി വിരിക്കണം, ഇതാവണം മുഖ്യമന്ത്രി, ഈ കള്ളൻ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുന്നത് കണ്ടു. ഇതിനു മുൻപും കേരളത്തിൽ വയനാട്ടിൽ ഒരു മഹാദുരന്തം ഉണ്ടായിരുന്നു. അത് കള്ളാടിയിലെ പോലെ മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നില്ല. ആർക്കും തടുക്കാൻ പറ്റാത്ത ചൂരൽമല മുണ്ടക്കൈ ദുരന്തമായിരുന്നു. ആ ഒരു പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, സർവവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് കൈത്താങ്ങായത് അന്നത്തെ LDF സർക്കാർ തന്നെയായിരുന്നു. അദ്ദേഹമായിരുന്നു അവർക്കൊക്കെ നാഥനായത്. അദ്ദേഹം അവർക്ക് കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതരെ കാണാനും അദ്ദേഹം കള്ളാടിയിലെ ആ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചതിന് ശേഷം പോയിരുന്നു. ചൂരൽമല ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട സയനയുടെയും അനീഷിന്റെയും വീട്ടിൽ ഒരുപാട് നേരം അദ്ദേഹം ചെലവഴിച്ചിട്ടാണ് മടങ്ങിയത്. ഒരുപാട് പേർക്ക് അദ്ദേഹം കൈത്താങ്ങായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം എല്ലാം നൽകിയ മനുഷ്യരിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്തിനാണ് വെറുതെ ഇങ്ങനെ വിമർശിക്കുന്നത്? കള്ളാടിയിലെ തീർത്തും പറഞ്ഞ അശാസ്ത്രീയമായ മണ്ണ് സംഭരണം കൊണ്ടുണ്ടായ ഒരു മനുഷ്യനിർമ്മിത ദുരന്തം തന്നെയാണ്. ഇത് ജില്ലാ ഭരണകൂടത്തിനും പൊതുമരാമത്തിനും നേരത്തെ ഇതൊക്കെ അറിഞ്ഞിട്ടും അവരൊന്നും ചെയ്തില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് തുരങ്ക നിർമ്മാണ കമ്പനിയോട് നമ്മൾ പറഞ്ഞു ഈ മണ്ണ് മാറ്റാൻ, പക്ഷേ അവരതിന് തയ്യാറായില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം അങ്ങനെയാണോ പറയേണ്ടത്? മഴയുണ്ടായിട്ടും അവരോട് മാറി താമസിക്കാൻ, അവർക്കൊരു പുനരധിവാസം ഒരുക്കാൻ ആദ്യം തന്നെ തയ്യാറായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് തീർത്തും മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നത്. മടക്കി കുത്തിയത് കൊണ്ട് എല്ലാമായി എന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല.